ഈ ഒരു കഴിഞ്ഞ വർഷം ഈ ഭദ്രാസനം അഭിമന്യ തീത്തോസ് തിരുമേനിയുടെ ഉത്സാഹത്തിലും നേതൃത്വത്തിലും ദീർഘദർശനത്തിലും വിശുദ്ധ കുർബാന എന്ന കൂദാശയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നറിയാനാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞ് സഹായിക്കണം, അല്ലെങ്കിൽ തിരുമേനി കുഴപ്പത്തിലാവും. ഇവിടെ ഈ ദിവസങ്ങളിൽ നല്ല മനോഹരമായ പാട്ടുകൾ, ഇവിടുത്തെ ദൂതുകൾ കേട്ടപ്പോൾ ഒരു പുതിയ ദർശനം ഉരുത്തിരിച്ച് വരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അത് കുർബാന എന്ന കൂദാശ എന്നതിനെക്കുറിച്ച് മാത്രമല്ല, നാം ഒരു കുർബാനയായി തീരണം, നാം ഒരു കൂദാശയായി തീരണം. ഇത് വളരെ ഒരു ഉന്നതമായ പുതിയ ദർശനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ നിങ്ങൾ പഠിച്ച ഈ വിഷയങ്ങൾ അതൊരു പ്രസിദ്ധീകരണമായി അത് നൽകിയാൽ ഈ മാർത്തോമാക്കാരെല്ലാം കുർബാനയായി തീരുന്നതിൻ്റെ വേദപുസ്തക അടിസ്ഥാനം, ആ ആശയം പ്രതിഫലിപ്പിക്കുന്ന നമ്മുടെ തക്സായിലെ പ്രാർത്ഥനകളിൽ അത് പ്രതിഫലിക്കുന്ന വിധം, ഇതൊക്കെ കൂടുതൽ പഠിക്കുന്നതിന് ഞാൻ കാത്തിരിക്കുന്നു. അത് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. റിന്യൂവൽ കോൺഫറൻസിലും കൺവെൻഷൻ യോഗങ്ങളിലും ഈ വർഷം നാം കേട്ട ദൈവവചനത്തോട് ചേർന്ന് ഈ വിഷയത്തെക്കുറിച്ച് വചന ശുശ്രൂഷ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നാം വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുക മാത്രമല്ല, കുർബാനയായി തീരുകയും ചെയ്യണം. എന്നാൽ എനിക്ക് ഇന്നും നാളെയുമായി നിങ്ങളോട് പറയാനുള്ളത് നാം എന്താകരുത് എന്നുള്ളതാണ്. നാം ആയിത്തീരുമ്പോൾ എന്താകരുത് എന്നതിനെക്കുറിച്ച് കൂടെ നമുക്ക് ഉൾബോധ്യം ഉണ്ടാവണം. അതുണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ പറയുന്നത് ആവർത്തനമാണെങ്കിൽ അത് നിങ്ങൾ ആ തരത്തിൽ സ്വീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാന, ഞാൻ പല വാക്കുകൾ ഉപയോഗിക്കും. വിശുദ്ധ മേശ എന്ന വാക്ക് ഉപയോഗിക്കും, തിരുവത്താഴം എന്നുപയോഗിക്കും, കുർബാന എന്ന വാക്ക് ഉപയോഗിക്കും. ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് എന്ന് നിങ്ങൾ ദയവായി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് സന്ധ്യയിൽ വിശുദ്ധ മേശയിലെ വിമതൻ ആരാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിശുദ്ധ മേശയിലെ വിമതൻ, ദ റിബൽ അറ്റ് ദ ടേബിൾ ഓഫ് ദ ലോർഡ്. നാളെ തിരുവത്താഴത്തിലെ തിരിമറികളും തിരുത്തലുകളും എന്ന വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നാളത്തെ കാര്യം ഇന്ന് പറയുന്നത് ഇന്നുകൊണ്ട് മതിയായി. നിങ്ങളാരെങ്കിലും നാളെ വരാതിരുന്നാൽ ആ വിഷയത്തിൻ്റെ തലക്കെട്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്താണ്. വിശുദ്ധ മേശയിലെ വിമതൻ ആരാണ്? വിശുദ്ധ മേശയിലെ തിരിമറികൾ എന്തൊക്കെയാണ്? വിശുദ്ധ മേശയിലുണ്ടാകേണ്ട തിരുത്തലുകൾ എന്തൊക്കെയാണ്? ദി അബ്യൂസ് ഓഫ് ദ ടേബിൾ ഓഫ് ദ ലോർഡ്, ദി അബോമിനേഷൻസ് ആൻഡ് അമെൻമെൻറ്റ്സ് അറ്റ് ദ ടേബിൾ ഓഫ് ദ ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ മേശയിലെ വിമതൻ, വിശുദ്ധ മേശയെ മലിനമാക്കിയവൻ എന്നുള്ള വാക്യവൾ എന്നും നമുക്ക് ചിന്തിക്കാം. ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാക്യം നിങ്ങൾ പൂരിപ്പിച്ച് പറയണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പാസ് മാർക്ക്. തിരുമേനി രക്ഷപ്പെട്ടു. പിന്നെ ഒരു വാക്യം കൂടെ ഉണ്ട്. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം. എന്നേക്കും ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകും അല്ലേ? അപ്പോൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവർ എല്ലാം സ്വർഗത്തിൽ പോകുമോ? പുതിയ നിയമം അനുസരിച്ച്
ആദ്യം സ്വർഗത്തിൽ പോയതാരാ? പുതിയ നിയമം അനുസരിച്ച് ആദ്യം സ്വർഗത്തിൽ പോയത് ആരാണ്? നിങ്ങൾ പറയുന്നത് എനിക്ക് ചെവിക്ക് കേൾവിക്കുറവുള്ളതുകൊണ്ട് ഇതുവരെ ഇങ്ങി വരെ എത്തുന്നില്ല. എന്നാലും ഉത്തരം ശരിയാണ് അല്ലേ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതാരാണ് പറഞ്ഞത്? യേശു. ആരോടാണ് പറഞ്ഞത്? കള്ളനോട്. കള്ളൻ കുർബാന കൊണ്ടായിരുന്നോ? അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് സ്വർഗത്തിൽ പോയ ആദ്യ ആൾ കുർബാന കൈക്കൊണ്ട ആളല്ല, സ്നാനവും ഏറ്റ ആളല്ല. ആണോ? ഇനി രണ്ടാമത്തെ ചോദ്യം. യേശുവിനെ കൊന്ന ദിവസം, ഞാൻ വളരെ ബോധപൂർവമാണ് കൊന്ന ദിവസം എന്ന് പറയുന്നത്. യേശുവിനെ കൊന്ന ദിവസം എത്ര കള്ളന്മാർ ചത്തു? യേശുവിനെ കൊന്ന ദിവസം എത്ര കള്ളന്മാർ മരിച്ചു, ദിവംഗതരായി? എത്ര പേര്? അയ്യോ, നിങ്ങൾ കള്ളന്മാരല്ലാത്തതുകൊണ്ടായിരിക്കും നമ്പർ അറിയാത്തതല്ലേ? എത്ര കള്ളന്മാർ? ആർക്കറിയാൻ വയ്യാത്തെ? കുഞ്ഞുങ്ങൾ പറഞ്ഞേ. 2 കള്ളന്മാർ ആന്നോ? ഉത്തരം തെറ്റ്. യേശുവിനെ കൊന്ന ദിവസം 3 കള്ളന്മാർ ചത്തു. ആരൊക്കെയാ? വേദപുസ്തകത്തിൽ 3ാമത്തെ കള്ളന്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ യോഹന്നാൻ വളരെ കൃത്യമായി അവനെ വിളിക്കുന്നത് കള്ളൻ എന്നാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് യേശു ക്രൂശിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ദിവസം 3 കള്ളന്മാർ, അല്ലെങ്കിൽ ആ ദിവസമാണോ ഇല്ലയോ അതിനോടനുബന്ധിച്ച് 3 കള്ളന്മാർ മരിച്ചു. ഈ കള്ളന്മാരിൽ ഒരാൾ മാത്രമാണ് കുർബാന കൊണ്ടത്. ആ കള്ളൻ സ്വർഗത്തിൽ പോയോ? സ്വർഗത്തിൽ പോയോ? ഇല്ല. അപ്പോ കുർബാന കൊള്ളാഞ്ഞ കള്ളൻ സ്വർഗത്തിൽ പോയി, കുർബാന കൊണ്ട കള്ളൻ സ്വർഗത്തിൽ പോയില്ല. അതെന്താ അങ്ങനെ? അപ്പോൾ കുർബാന കൊണ്ടയാളാണ് യേശുവിനെ കൊല്ലാൻ കൂട്ടുനിന്നത്. കുർബാന കൊണ്ടയാളാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. കുർബാന കൊണ്ടയാളാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? കുർബാന കൊണ്ടു എന്നതുകൊണ്ട് യേശുവിനെ ഒറ്റുന്നതിൽ നിന്നും യേശുവിനെ തള്ളിപ്പറയുന്നതിൽ നിന്നും നമുക്കാർക്കും ഇൻഷുറൻസ് കിട്ടുന്നില്ല, പരിരക്ഷ കിട്ടുന്നില്ല, നാം ഒഴിവാകുന്നില്ല. കുർബാന കൊണ്ടിട്ടും കർത്താവിൻ്റെ മേശയോടും കർത്താവിനോടും നമുക്ക് വിമതരാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമുക്കൊരു മുന്നറിയിപ്പുണ്ട്. There is a warning at the table of the Lord. ഇന്ന് സന്ധ്യയിൽ ആ വാർണിംഗ് എന്താണ്? നാം എന്താകരുത്, നാം എന്താകണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അനേക വേദഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഒരു വേദഭാഗം മാത്രമേ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint Mark, chapter 14, verses 17 to 21. സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടുകൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ, എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവൻ അവരോട്, പന്തിരുവരിൽ ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം.
മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. എങ്ങനെയാണ് കുർബാന കൊണ്ട് ഒരാൾ കുരിശിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്നത്? കുർബാന കൊണ്ട് ഒരാൾ യേശുവിന് വിമതനായി മാറുന്നത്? കുർബാന കൊണ്ട് ഒരാൾ വിശുദ്ധ മേശയെ മലിനമാക്കുന്നത്? എന്തായിരുന്നു യൂദായുടെ പ്രശ്നം? യൂദാ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിച്ചു, വെറുതെ ഒന്ന് കെട്ടി ഞാൻ നേർത്തു, അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാം. കൂടാതെ യൂദാ ദൈവഹിതം നിറവേറ്റിയ ആളല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ടാകാം. ശരിയല്ലേ? യൂദാ ഒറ്റിക്കൊടുക്കാതിരിക്കുകയും യേശു കുരിശിക്കപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ വലിപ്പവും പെരുപ്പവുമുള്ള പാപങ്ങൾ എന്ത് പറ്റുമായിരുന്നു? അപ്പോൾ അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടത് യൂദാ ഒറ്റിയത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ കുറവല്ല. അങ്ങനെയുള്ള ചിലരെങ്കിലും പരിശുദ്ധനായ യൂദായെ നിനക്ക് സ്തുതി എന്ന് പക്ഷേ പ്രാർത്ഥിക്കുന്നുമുണ്ടാവാം. ആ ചർച്ചകളിലേക്കൊന്നും ഈ സന്ധ്യയിൽ പ്രവേശിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ കുർബാന കൊള്ളുന്നവർക്ക് യൂദാ ഒരു മുന്നറിയിപ്പാണ് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. യൂദാ എങ്ങനെയാണ് നമുക്ക് മുന്നറിയിപ്പായി തീരുന്നത്? 5 കാര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന ഒരു അടയാളമാണ് യൂദാ. അത് വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യൂദാ നമുക്ക് മുന്നറിയിപ്പാകുന്നത് ഒന്നാമത് വിശേഷപ്പെട്ട തുടക്കം, വിനാശകരമായ ഒടുക്കം. ഡ്രീമി ബിഗിനിങ്, ഡിസാസ്ട്രസ് എൻഡിങ്. വേദഭാഗമൊന്നും വായിക്കുന്നില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 6, 12 മുതൽ 16 വരെ. യേശു ഹാൻഡ് പിക്ഡ് എന്ന് പറയും. യേശു സ്വന്തം കൈകൊണ്ട് തിരഞ്ഞെടുത്തയാളാണ് 12 അപ്പോസ്തലന്മാർ. അതിൽ ഇസ്കോരിയാത്ത് യൂദായും ഉൾപ്പെടും. അവൻ വെളിയിൽ നിന്നുള്ളവനല്ല, വലിഞ്ഞു കയറി വന്നവനല്ല, പ്രത്യേകമായി വിളിക്കപ്പെട്ടവനാണ്. ഹി ഹാസ് എ സ്പെഷ്യൽ ഡിസ്റ്റിങ്ഷൻ. അങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്ന് ഒരാൾ. അത് മാത്രമല്ല, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 പേരിൽ ഒരു പെർമനൻ്റ് ഡെസിഗ്നേഷൻ ഉണ്ടായിരുന്നയാൾ യൂദാ മാത്രമാണ്, ഇസ്കറിയോത്ത് യൂദാ. അവർക്കെല്ലാം ചുമതലകൾ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കാം. നമുക്കറിയാം, യേശുവിൻ്റെ കൂടെ 4 പേര് മറുരൂപമലയിൽ പോയി. അവർ ചിലപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും. പക്ഷേ എന്നാലും അതിനകത്തൊരു പെർമനൻ്റ് പോസ്റ്റ് ഇല്ല. ഈ 12 പേരിൽ പെർമനൻ്റ് പോസ്റ്റ് ആർക്കായിരുന്നു? എന്തുവായിരുന്നു പെർമനൻ്റ് പോസ്റ്റ്? അതിൻ്റെ മുഴുവൻ സാമ്പത്തികവും യൂദായെയാണ് ഏൽപ്പിച്ചിരുന്നത്. അവൻ പണസഞ്ചി സൂക്ഷിച്ചയാളാണ്, അവൻ കണക്ക് സൂക്ഷിച്ചയാളും മുതൽ പിടി നടത്തിയ ആളുമാണ്. അപ്പോൾ ഹീ ഈസ് കോൾഡ്, ഈസ് ദാറ്റ് ഡിസ്റ്റിങ്ഷൻ അദ്ദേഹത്തിനുണ്ട്, ഡെസിഗ്നേഷനുമുണ്ട്. അദ്ദേഹത്തിന് വിളിയുണ്ട്, പദവിയുണ്ട്. എത്തപ്പെട്ടത് എവിടെയാണ്? ഡിസാസ്റ്റർ. നല്ല തുടക്കമാണ്, പക്ഷെ നല്ല തുടക്കം കൊണ്ട് എല്ലാം നല്ല ഒടുക്കം ആകണമെന്നില്ല പ്രിയമുള്ളവരെ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നന്നായി തുടങ്ങിയാൽ പകുതി കാര്യമായി. എന്നാൽ അതിൻ്റെ മറുവശമുണ്ട്. വെൽ ഡൺ മീൻസ് ഓൺലി ഹാഫ് ഡൺ. നന്നായി തുടങ്ങി എന്നതുകൊണ്ട് പകുതി വഴിയേ ആകുന്നുള്ളൂ. നന്നായി അവസാനിക്കണമെങ്കിൽ വളരെ ജാഗ്രതയോടെ മുൻപോട്ട് പോകണം. ജസ്റ്റ് ബിക്കോസ് ഹി വാസ് ദ distinct call or he had that designation that did not
ഗ്യാരൻറ്റി എ ഡ്രീമി എൻഡിങ്. തിരിച്ചാ സംഭവിച്ചത്. ഡ്രീമി ബിഗിനിങ് ആൻഡ് ഡിസാസ്ട്രസ് എൻഡിങ്. ഞാൻ യുവജന സഖ്യത്തിൻ്റെ അംഗമായിരുന്ന കാലത്ത് 1980 ഞങ്ങൾ പുന്നക്കാട് യുവജന സഖ്യം ഒരു നാടക മത്സരത്തിന് പോയി. അന്ന് നാടകത്തിന് അഭിനയിക്കാൻ ഞങ്ങളൊരു നാടകം തിരഞ്ഞെടുത്തു. അത് അതിനും ഒരുപക്ഷെ 5 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 50 വർഷം മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകം, ഏബ്രഹാം ജോസഫ് എഴുതിയ കറുത്ത വെളിച്ചം. കറുത്ത വെളിച്ചമാണോ ഇരുണ്ട വെളിച്ചമാണോ എന്ന് ഞാനിപ്പോൾ കൃത്യമായി ഓർക്കുന്നില്ല. ഇരുണ്ട വെളിച്ചം എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. എന്ന് പറയുന്ന ഒരു നാടക പുസ്തകത്തിൽ നിന്നാണ് ഒരു നാടകം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. 50 വർഷം മുമ്പ് പ്രസിദ്ധീകൃതമായതുകൊണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും ഈ നാടകം വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാടകം തുടങ്ങുന്നത് ലിയനാർഡോ ഡാവിഞ്ചി യേശുവിൻ്റെ അന്ത്യ അത്താഴം വരയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചിത്രത്തോടുകൂടെയാണ്. നമുക്കറിയാം, ലിയനാർഡോ ഡാവിഞ്ചി യേശുവിൻ്റെ അന്ത്യ അത്താഴം വരച്ച് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്, മിക്കവാറും വീടുകളിൽ. പണ്ട് ഗൾഫിൽ നിന്ന് ആളുകൾ വരുമ്പോൾ കൊണ്ടുവന്നിരുന്ന 3 കൂട്ടം കാര്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നെന്നാണ് എൻ്റെ വിചാരം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് 2-in-1 റേഡിയോ, മറ്റേ റെയിൻമെൻ ഗ്ലാസ്, പിന്നെ ഈ ചുരുട്ടി യേശുവിൻ്റെ അന്ത്യ അത്താഴം. അത് ക്യാൻവാസ് കൊണ്ടുവന്ന് വീടുകളിൽ പ്രത്യേകിച്ച് ഭക്ഷണമേശയുടെ അവിടെ തൂക്കും. അങ്ങനെ കൊണ്ടുവരാത്തവരും അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചി ഒരാളിനോട് സംസാരിക്കുകയാണ്. പടം എല്ലാം തീർന്നു, എല്ലാവരെയും വരച്ചു, ഇനി ഒരു പടം മാത്രമേ വരയ്ക്കാനുള്ളൂ. ഈ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയാമോ? ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ യേശുവിനെ വരച്ചു, ശിഷ്യന്മാരെ വരച്ചു, എന്നാൽ എനിക്ക് യൂദായെ വരയ്ക്കത്തക്കവണ്ണം ഒരു മോഡലിനെ കിട്ടിയില്ല. ഞാൻ കഥ ചുരുക്കി പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ചന്തകളിൽ നടന്നു നോക്കി, പല സ്ഥലങ്ങളിൽ പോയി, 12 വർഷമായി, ബാക്കിയെല്ലാം ആയി, ഇതിന് പറ്റിയ ഒരു ആളിനെ കിട്ടുന്നില്ല. അങ്ങനെ ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്നടത്ത് ഒരു ജയിലിൽ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ജയിലിൽ ചെന്ന് ജയിൽ പുള്ളികളെല്ലാം നോക്കി, ഒന്നും ശരിയായില്ല. ഇദ്ദേഹം നിരാശനായി തിരികെ പോരാൻ തുടങ്ങുമ്പോൾ ജയിൽ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലാവരെയും കണ്ടു, ഇനി ഒരാളെ കാണാവുള്ളൂ. അദ്ദേഹം സോളിറ്ററി കൺഫൈൻമെൻറ്റിലാണ്, കഠിനമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ്, അതുകൊണ്ട് എല്ലാവരെയും കാണിക്കില്ല. അദ്ദേഹം ചോദിച്ചു, എനിക്കൊന്ന് കാണാമോ? ഒടുവിൽ സമ്മതിച്ചു. കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷം. ലിയനാർഡോ ഡാവിഞ്ചിക്ക് എന്താ കാര്യം? തേടി നടന്ന മുഖം, യൂദായിക്ക് പറ്റിയ മുഖം. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ ഒരു 3 മണിക്കൂർ സമയത്തേക്ക് എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വിട്ടുതരാമോ? അവൻ പറഞ്ഞു, അങ്ങനെ വിട്ടുതരാൻ പറ്റില്ല. എന്നാൽ വീണ്ടും ലിയനാർഡോ ഡാവിഞ്ചിയാണ്. അദ്ദേഹത്തിൻ്റെ ശുപാർശയ്ക്കും ആവശ്യത്തിന് മുമ്പിൽ ജയിലധികാരികൾ വഴങ്ങി വലിയ ബന്ധവസോടുകൂടെ കൈകൾ ആമത്തിലിട്ട് കാലും ആമത്തിലിട്ട് പൂട്ടി വലിയ ബന്ധവസോടും സൈന്യങ്ങളോടും കൂടി ഈ മനുഷ്യനെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഈ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നു. തടവുള്ളിയാണെങ്കിലും വലിയ ക്രൂരനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹം വളരെ അനുസരണയോടെ ആ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പിൽ ഇരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി ആ മുഖത്ത് നോക്കി പൂർത്തിയാവാനുണ്ടായിരുന്ന ഒരു മുഖം, യൂദായുടെ മുഖം വരച്ചു. വരച്ചു കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, താങ്ക് യു മൈ സൺ. മലയാളത്തിലാണ് പറഞ്ഞ്, വളരെ നന്ദി മകനെ. കാര്യം നാടകം മലയാളത്തിലാണല്ലോ. വളരെ നന്ദി മകനെ. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് ലിയനാർഡോ ഡാവിഞ്ചി കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ
ഞാൻ എൻ്റെ പള്ളിയിൽ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്നു. ഞാൻ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്നെ ഈ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു. അന്ന് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ഈ ക്യാൻവാസിലെ ആദ്യത്തെ പടം വരച്ചു, യേശുവിൻ്റെ പടം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പടമായി തുടങ്ങി യൂദായുടെ പടമായി ഒടുങ്ങി. ഡ്രീമി ബിഗിനിങ്, ഡിസാസ്ട്രസ് എൻഡിങ്. അതുകൊണ്ട് നല്ല തുടക്കങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല വിളികൾ, നല്ല തുടക്കം, അത് നല്ല ഒടുക്കമായി തീരാനുള്ള വലിയ പരിശ്രമം, നിരന്തരമായ നവീകരണം, നിരന്തരമായ പുതുക്കം. അഭിമന്യ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നിരന്തരമായ ശുദ്ധീകരണം വിശുദ്ധ കുർബാനകളിലൂടെ, ക്രിസ്തു ജീവിതത്തിലൂടെ നാം ഏറ്റെടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ പ്രോമിയോൻ പ്രാർത്ഥനയിൽ നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന ഒടുവിൽ വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണം. നല്ല അവസാനം എന്ന് പറയുന്നത് നന്നായി മരിക്കണം, നിന്നന്നിപ്പി മരിക്കണമെന്നല്ല. Give me that glorious ending, not a disastrous ending, O Lord. ഞാൻ മെച്ചമായി തുടങ്ങി മോശമായി ഒടുങ്ങിപ്പോകരുത്. എനിക്ക് സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനം തരണമേ. ഇതെന്നും നമ്മുടെ ഒരു ജീവന കലയായി, ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല തുടക്കം, മോശമായ ഒടുക്കം. വിശേഷപ്പെട്ട തുടക്കം, വിനാശകരമായ ഒടുക്കം. അത് സംഭവിക്കരുത്. രണ്ടാമത്, വിളിയുടെ വില കളഞ്ഞവൻ. വിളിയുടെ വില കളഞ്ഞവൻ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ തിരിച്ചറിവില്ലായ്മകൾ എന്നും പറയാം. തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ തിരിച്ചറിവ് ഇല്ലായ്മ, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ്റെ വെളിവില്ലായ്മകൾ. വിളിക്കപ്പെടുന്നവന് വെളിവുണ്ടാകണം. അവൻ വിളിച്ചവനും വിളിക്കും വില കൊടുക്കണം. എന്നാൽ യൂദ തൻ്റെ വിളിക്ക് വില കൊടുത്തില്ല എന്ന് മാത്രമല്ല, വിളിച്ചവനും വില കൊടുത്തില്ല. അത് നമുക്ക് എങ്ങനെ അറിയാം? എല്ലാ വേദഭാഗങ്ങളും ഞാൻ വായിക്കുന്നില്ല. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഈ 2 വാക്യം മാത്രമുള്ളത് കൊണ്ട് അവസാനം പറഞ്ഞത് മാത്രം ഞാൻ വായിക്കുന്നു. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദാ ഈസ്കര്യോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. മറ്റ് വേദഭാഗങ്ങളോട് ചേർത്ത് വായിക്കണം. അതെല്ലാം ഞാനിപ്പോൾ വിശേഷിപ്പിക്കുന്നില്ല, വിസ്തരിക്കുന്നില്ല. നമുക്കറിയാം, ഒന്നുകിൽ ബേഥാന്യയിൽ ലാസറിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ബേഥാന്യയിൽ ശിമയോൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ കുഷ്ഠരോഗമില്ലാത്ത ശിമയോൻ്റെ വീട്ടിൽ എന്നിങ്ങനെയാണ് ഈ വേദഭാഗങ്ങളെല്ലാം വിവരിക്കപ്പെട്ടിരിക്കുന്നത്.
ഈ വേദഭാഗത്ത് മാത്രമാണ് മറിയയ്ക്ക് പേരുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ ആരാണത് ചെയ്തത് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇവിടെ കാൽക്കലാണ് പൂശിയത്, മറ്റ് സ്ഥലങ്ങളിൽ തലയിൽ അഭിഷേകം ചെയ്യുകയാണ്. സംഗതി എന്തായിരുന്നാലും ഒരു സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നു. വെങ്കൽ ഭരണി പൊട്ടിച്ച് സ്വച്ഛജടാമാംസി തൈലം യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു, അല്ലെങ്കിൽ കാലിൽ പുരട്ടി. ഉടനെ ഇസ്കോരിയത്ത യൂദ എന്തോ പറഞ്ഞു. ഒരു സ്ത്രീ യേശുവിൻ്റെ തലയിലോ കാലിലോ ഏറ്റവും വിശേഷപ്പെട്ട തൈലം ഒഴിക്കുമ്പോൾ അവൻ്റെ കണ്ണ് യേശുവിൻ്റെ തലയിലോ കാലിലോ അല്ല, ഈ എണ്ണയുടെ മാർക്കറ്റ് വാല്യൂ എന്തോ ആണെന്ന് കണക്ക് കൂട്ടുകയാണ്. He is not focusing on the Messiah, he is thinking about the market. ഈ എണ്ണയ്ക്ക് കച്ചവടം ചെയ്താൽ എത്ര കിട്ടും? ഉടനെ പുള്ളി കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് 300-ലധികം വിലയ്ക്ക് കിട്ടും. എന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട് മറ്റു വേദഭാഗങ്ങളിൽ. എന്താണെന്നറിയാമോ? ഈ വെറും ചെലവ് എന്തിന്? ഈ വെറും ചെലവ് എന്തിനെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? വാട്ട് എ വേസ്റ്റ്, വാട്ട് എ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ പറയുകയാണ്, ഈ എണ്ണ 300 വെള്ളിക്കാശിലധികം കിട്ടുന്ന എണ്ണ ഇവൻ്റെ തലയിൽ ഒഴിക്കത്തക്കവണ്ണം ഇവൻ്റെ തലയ്ക്ക് വില ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. കാരണം ഇവൻ്റെ തല ഇത്രയും വിലയുള്ള എണ്ണ അർഹിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇത് ഈ വെറും ചെലവ് എന്തിന്? ഇറ്റ് ഈസ് എ വേസ്റ്റ്. ഈ വെറും ചെലവ് എന്തിന്? 1. 2, ഇത് പെതുക്കുകയാണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ തൻ്റെ എല്ലാ നിക്ഷേപവും, ചില വിവരണം അനുസരിച്ച് അവരുടെ സ്ത്രീധനം പോലും, ഇപ്പം ആ വാക്ക് പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള കരുതൽ ധനമാണ്, ഹെയർ ഫ്യൂച്ചറാണ്. ആ ഭാവിയാണ് യേശുവിൻ്റെ തലയിൽ ഒഴിക്കുന്നത്. അവർക്ക് ഈ തലയിൽ ഒഴിക്കുമ്പോൾ അവരെ പരസ്യമായി ശകാരിക്കുകയാണ് ഇസ്കറിയോത്ത് യൂദ. ഇവിടെ നമ്മൾ 12-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു, പരസ്യമായി പറയുകയാണ്, ദിസ് ഈസ് എ വേസ്റ്റ്, ഹി ഡസൻറ്റ് വർത്ത് ഇറ്റ്. ആരാ പറയുന്നത്? പൊതുസമൂഹത്തിൽ യേശുവിനെ വില കുറച്ച് പറയുന്നത് ആരാണ്? കൂടെ നടക്കുന്നവനാണ് യേശുവിന് വിലയില്ല എന്ന് പബ്ലിക്കായി വിളിച്ചു പറയുന്നത്. ആ ധ്യാനമൊക്കെ നമ്മൾ ചിന്തിച്ചോണം. ഇന്ന് യേശുവിന് വില കുറയ്ക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചോണം. ഇത് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഏതൊക്കെ വിധത്തിലാണ് എന്ന് ചിന്തിച്ചോണം. അത് മാത്രമല്ല, അവൻ പറയാണ്, ഇതിനേക്കാൾ വേറെ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് പുള്ളി മാനേജ്മെൻറ്റിലോട്ടാണ് പോകുന്നത്, മശിഹായിലോട്ടല്ല. സോ മശിഹ ഈസ് നോട്ട് ഗെറ്റിംഗ് പ്രയോറിറ്റി ഓവർ ദ മാർക്കറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻ്റ് അനുസരിച്ച് ഇദ്ദേഹം പറയാണ്, പുവർ റിലീഫിന് കൊടുക്കണമായിരുന്നു, സോഷ്യൽ സർവീസിന് കൊടുക്കണമായിരുന്നു. എന്തൊരു പ്രവാചക സന്ദേശം! യേശുവിനേക്കാൾ സാമൂഹ്യ സേവനമോ ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ സാമൂഹിക പ്രതിബദ്ധതയോ വില കൂടുമ്പോൾ നാം എന്താണ് പ്രഖ്യാപിക്കുന്നത്? പലപ്പോഴും യേശുവിൽ നിന്നുള്ള ശ്രദ്ധയും യേശുവിനോടുള്ള പ്രതിബദ്ധതയും മാറ്റിവെച്ചുകൊണ്ട് മറ്റെല്ലാറ്റിനും വില കയറ്റുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കാര്യം കൂടെ പറയാം. യൂദ എന്തോ പറയുന്നത്, യേശുവിന് മാർക്കറ്റ് വാല്യൂ അത്ര ഇല്ല, 300-ൻ്റേതില്ല. ഹി ഡസൻറ്റ് ഡിസർവ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ യേശുവിൻ്റെ തലയിൽ ഈ എണ്ണ ഒഴിച്ചത്? നമുക്കറിയാം, വേദപുസ്തകത്തിൽ തലയിൽ എണ്ണ ഒഴിക്കുന്നത് എന്തിനാണ്? അഭിഷേകമാണ്. അത് മഹാപുരോഹിതനായി അഹറോനെ മോശ അഭിഷേകം ചെയ്തപ്പോൾ, രാജാവിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുമ്പോഴെല്ലാം ഈ എണ്ണ ഒഴിച്ചാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ
ഒരു സ്ത്രീയാണ് യേശുവിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. കിങ് ഓഫ് കിങ്സ്. തൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനായി, തൻ്റെ ജീവിതത്തിൻ്റെ യജമാനനായി, ലോകത്തിൻ്റെ രാജാവായി, എല്ലാറ്റിനും ഉപരിയായി യേശുവിനെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായി ഒരു സ്ത്രീ യേശുവിൻ്റെ തലയിൽ സ്വച്ഛജടാമാംസി തൈലം ഒഴിച്ചപ്പോൾ യൂദ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് മഹാപുരോഹിതന്മാരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എത്ര തന്നാ മതി? 30 തന്നാ മതി. എന്താ അതിൻ്റെ അർത്ഥം? ഈ 300 ഒഴിക്കുന്നത് വേസ്റ്റാണ്. ഇവൻ എത്രൻ്റെ വിലയേ ഉള്ളൂ? 30ൻ്റെ വിലയേ ഉള്ളൂ. 30 ആരുടെ വിലയാണ്? പ്രിയമുള്ളവരെ, 30 അന്നത്തെ കാലത്ത് അടിമയുടെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. കമ്പോളത്തിൽ ഒരു അടിമയ്ക്ക് കിട്ടുന്ന വിലയാണ് 30 വെള്ളിക്കാശ്. ഒരു സ്ത്രീ യേശുവിനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ കൂടെ നടന്ന് കുർബാന കൊണ്ടവൻ ചന്തയിൽ വിൽക്കുകയാണ് അടിമയായി. For him, Jesus didn't worth more than a slave. ചിലരെങ്കിലും പറയും, ഈ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത് ദ്രവ്യാഗ്രഹം കൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നില്ല. ദ്രവ്യാഗ്രഹം കൊണ്ടായിരുന്നെങ്കിൽ ഇവൻ അല്പം ബാർഗെയിൻ ചെയ്തേനെ, ഇല്ലേ? കുറച്ചുകൂടെ തരണം. ഇത് അങ്ങോട്ട് ചെന്നിട്ട് പറയാണ് 30 തന്നാൽ മതി. റിഡക്ഷൻ സെയിലാണ്, റിബേറ്റ് ആണ്. വേറൊരിടത്ത് 300ൻ്റെ ഒഴിച്ച് കാണും, പക്ഷേ എൻ്റെ സെയിലിൽ 30ന് കിട്ടും. പ്രിയമുള്ളവരെ, കൊട്ടാരക്കരയിൽ കർത്താവിൻ്റെ റേറ്റ് എത്ര? നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിനും കർത്താവിനും ഇട്ടിരിക്കുന്ന വില എത്രയാണ്? എത്ര കിട്ടിയാൽ ഒറ്റും? നമ്മളാരും ഒറ്റത്തില്ല, പക്ഷെ എത്ര കിട്ടിയാൽ മാറ്റിവെക്കും യേശുവിനെ? ഈ ചോദ്യം കുർബാന കൊള്ളുന്നവരൊക്കെ ചോദിക്കണം. എത്ര കിട്ടിയാൽ യേശുവിനെ മാറ്റിവെക്കും? അല്ലെങ്കിൽ യേശുവിനേക്കാൾ അധികം വിലയുള്ളത് എന്തിനാണ്? ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരു സഭയുടെ നിങ്ങൾ വിചാരിക്കുക, ഒരു സഭയുടെ പ്രധാന അധ്യക്ഷൻ്റെ അടുത്ത് ഒരു ആൾ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ലിറ്റർജിക്കൽ കമ്മീഷനൊക്കെ കൂടുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ലിറ്റർജി കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കണം. കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ് എന്നാണ് എപ്പോഴും ഈ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഈ ബ്രെഡ് അധികം തിന്നത്തില്ല. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സിങ്ക് ആകണമെങ്കിൽ ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നതിന് പകരം ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ചിക്കൻ എന്നാക്കിയാൽ അത് കുറച്ചുകൂടെ റെസണേറ്റ് ചെയ്യും. അപ്പോൾ ആനുകാലികം, അത് ഇന്നത്തെ കാലഘട്ടത്തിനോട് യോജിച്ചതാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള കോഴിയെ ഇന്ന് തരണമേ എന്നാക്കുക. അപ്പം തരണമെന്ന് പറയാതെ. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം മാറ്റിയാൽ നമുക്ക് ഈ സഭയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി ഒരു 5 കോടി രൂപ തരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാള്? അപ്പോൾ 5 കോടി രൂപ. അപ്പോൾ ഈ സഭയുടെ ലിറ്റർജിയുടെ ആൾ പറഞ്ഞു, നോ വരത്തില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും മാറ്റാനൊക്കത്തില്ല, എനിക്ക് ആളുകളോടൊക്കെ ആലോചിക്കണം. അപ്പം പറഞ്ഞാൽ ഞാൻ എന്നാൽ 1 മാസം കഴിഞ്ഞ് വരാം. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വന്നു. 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്തോ ആയി, ഞങ്ങളുടെ കമ്പനിയുടെ കൂടിയപ്പോൾ നമ്മുടെ സഭയ്ക്ക് വളരെയേറെ ആവശ്യമുണ്ട്, ഒത്തിരി സാധുജന സംരക്ഷണം, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ ഞങ്ങൾ സഹായിക്കാനായിട്ട് ഞങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തു ഞങ്ങളുടെ ബഡ്ജറ്റ്. അതുകൊണ്ട് ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ചിക്കൻ എന്നുകൂടെ ആക്കിയാൽ ഞങ്ങളൊരു 7 കോടി രൂപ തരാം. നമ്മൾ പോലായിരുന്നേ നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം തുള്ളുന്നതെന്ന് പറഞ്ഞൊരു പാട്ടുകൂടെ പാടി ചിലപ്പോൾ അത് സ്വീകരിക്കുമായിരിക്കും. പക്ഷേ ഈ ഇദ്ദേഹം പറഞ്ഞു, നോ 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 അങ്ങനെയൊന്നും ഞാൻ വരത്തില്ല. ഇദ്ദേഹം 1 മാസം കഴിഞ്ഞ് പിന്നെയും വന്നു. പിന്നെയും വന്നിട്ട് പറഞ്ഞു,
ഞങ്ങൾ 10 കോടി രൂപ തരാം. ഇപ്പോൾ ഇതിൻ്റെ ലിറ്ററേച്ചർ ആൾ പറഞ്ഞു, നോക്കട്ടെ, 10 കോടി നോക്കട്ടെ. അപ്പോൾ ഈ കമ്മിറ്റി കൂടിയപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ പറഞ്ഞു, ഈ നമുക്കേ ബ്രെഡ് ആയാലെന്തോ ചിക്കൻ ആയാലെന്തോ കഴിച്ചാൽ പോരെ. ഇപ്പം മസാവോ ടാക്കിനാക്ക എന്ന് പറയുന്ന പേര് മറന്നുപോയി. അദ്ദേഹം ഗോഡ് ഈസ് റൈസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗോഡ് ഈസ് റൈസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജപ്പാനിൽ ഗോതമ്പില്ലാത്തടത്ത് അവൻ അപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം ചോറാണെന്ന് പറയണം, ഗോഡ് ഈസ് റൈസ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പം ചിക്കൻ ആയാലെന്തോ ബ്രെഡ് ആയാലെന്തോ നമുക്കിപ്പം ഗിവ് അസ് ദിസ് ഡേ ഓർ ഡെയിലി ചിക്കൻ എന്ന് പറയാം, കുഞ്ഞുങ്ങളാണെങ്കിലും ആ വാക്കെങ്കിലും ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതങ്ങ് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റിക്കാരിലൊരുത്തൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് കുഴപ്പമുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പിന്നെ ബ്രെഡുകാരൻ ഇപ്പോൾ 7 തന്നുകൊണ്ടിരുന്നതാ 7 കോടി, അത് ചിലപ്പോൾ കിട്ടാതെ പോകും. ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞപ്പോൾ 7 കോടി കിട്ടിയിരുന്നതാണ്, അതങ്ങ് പോവും, പക്ഷെ നമുക്കിപ്പോൾ എത്ര കൂടുതൽ കിട്ടും? ഇതൊരു സാങ്കല്പിക കഥയാവാം, പക്ഷെ ചോദ്യം, യേശുവിന് എത്ര വില കൊടുക്കും നമ്മൾ? യേശുവിനേക്കാൾ അധികം എന്തിനെങ്കിലും വിലയിട്ടാൽ നമ്മൾ ആരുടെ കൂടാണ്? ലിറ്റർജിക്കൽ കമ്മീഷൻ്റെ കൂടെ അല്ല, യൂദായുടെ കൂടെയാണ്. അനുരഞ്ജനത്തിൻ്റെ പ്രാതൽ എന്ന് ഞാൻ വിളിക്കുന്ന തിബരിയാസ് കടൽക്കരയിലെ പോസ്റ്റ് കമ്മ്യൂണിയനിൽ, അവിടെ ഒരു പോസ്റ്റ് കമ്മ്യൂണിയൻ ഉണ്ട് കടൽ തീരത്ത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശരിക്കും അനുരഞ്ജനം നടത്തുന്ന ആ പ്രാതൽ വേളയിൽ യേശു ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഡു യു ലവ് മീ മോർ ദാൻ ദെം, മോർ ദാൻ ദീസ്? നീ ഇവയേക്കാൾ അധികം, നിന്റെ റിസോഴ്സസിനേക്കാൾ അധികം, നിന്റെ റിലേഷൻസിനേക്കാൾ അധികം, നിന്റെ സ്രോതസ്സുകളേക്കാൾ അധികം, നിന്റെ ബന്ധങ്ങളേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? യേശു വീണ്ടും പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? എന്നേക്കാൾ അധികം തൻ്റെ കാളയെയോ കഴുതയെയോ നിലത്തെയോ വീടിനെയോ മക്കളെയോ സ്നേഹിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Until and unless you value me ultimately, നിന്റെ ജീവിതത്തിൽ ഏറ്റവും പരമമായ വില എനിക്ക് നൽകാത്തിടത്തോളം കാലം നിനക്ക് എൻ്റെ ശിഷ്യനാവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിളി എന്ന് പറയുന്നത് കർത്താവിന് വില കുറയ്ക്കാനല്ല, പിന്നെന്തിനാണ്? കർത്താവിൻ്റെ വില ഉയർത്തിപ്പിടിക്കാനാണ്. We should not allow anything to minimize the value of God in Jesus Christ in our life and in our public ministry. ഞാൻ മുൻപോട്ട് പോവുകയാണ്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യൂദ നമുക്ക് മുന്നറിയിപ്പായി തീരുന്നത് വിശേഷപ്പെട്ട തുടക്കത്തിൽ നിന്ന് വിനാശകരമായ ഒടുക്കത്തിൽ ചെന്ന് ചേരരുത്. വിളിച്ചവൻ്റെ വില കുറയ്ക്കരുത്. നമ്മെ വിളിച്ചവന് നാം കൊടുക്കുന്ന വില വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. 3, വഴിയിൽ ഹൃദയം കഠിനമാക്കിയവൻ. നമുക്കറിയാം, യേശുവിനോടൊപ്പം ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ഒട്ടി നിന്നയാളാണ് യൂദ. നമ്മൾ യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കുക. യൂദായുടെ അത്രയും യേശുവുമായി ശാരീരിക അടുപ്പം സൂചിപ്പിക്കുന്ന വേറെ ആരുമില്ല. യോഹന്നാൻ അവൻ്റെ മാറോട് ചാരിയിരുന്നു എന്നൊരു പരാമർശം ഉണ്ടെങ്കിൽ 2 സന്ദർഭങ്ങളിൽ നാം വായിക്കുന്നു, യേശു പറയുന്നു, ഞാൻ
കൈ മുക്കി താലത്തിൽ നിന്ന് എന്ത് കൊടുക്കുന്നു? ഖണ്ഡം കൊടുക്കുന്നു. അപ്പോൾ ഈ കയ്യിൽ നിന്ന് അവന് കയ്യിൽ അപ്പം കൊടുത്തു. കൈകൾ തമ്മിലുള്ള സ്പർശം. അത് മാത്രമല്ല, നമുക്കെല്ലാം അറിയാം, യേശുവിനെ പരസ്യമായി ആരും ചുംബിച്ചതായി, ശിഷ്യന്മാരിൽ ആരും ചുംബിച്ചതായി യൂദ ഒഴികെ ആരെയും കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. He was so close to his body. അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നവനാണ്, ഒട്ടി നിന്നവനാണ്. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ ഏറെ ദൂരെയായിരുന്നു. യേശുവിൻ്റെ ശരീരത്തോടൊപ്പം ഒട്ടി നിൽക്കുകയും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്ത ഒരാളാണ് ഈ യൂദ എന്ന് നമുക്ക് കാണാം. How close someone can be to Jesus but still far away from his heart. നമുക്കറിയാം, യൂദ ഒറ്റുകാരനായത് ഒരു ദിവസം കൊണ്ടല്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇസ്കാരിയട്ട് എന്ന് പറയുന്ന യഹൂദ രാജ്യമാണ്. യഹൂദക്കാരനായ ഒരാൾ മാത്രമേ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യഹൂദയും യെരുശലേമും ഒക്കെ ഏകദേശം പരിചയമാണ്. എങ്കിൽ പോലും നമുക്കറിയാം, വളരെ ഗാഠമായി ആലോചിച്ചാണ് യൂദ ഒരു ഗൂഢാലോചനയിലേക്ക് പോയത്. അവൻ പുരോഹിതന്മാരെ ചെന്ന് കാണാണ്. എവിടുന്നാണ് അവൻ ഈ പുരോഹിതന്മാർക്ക് ആക്സസ് കിട്ടുന്നത്? അപ്പോൾ ഇങ്ങനെ യേശുവിന് എതിരാളികളായിട്ടുള്ളവരോടുള്ള സമ്പർക്കം സൃഷ്ടിച്ചുകൊണ്ട് വളരെ ബോധപൂർവം, വളരെ കൃത്യമായി അവൻ ആസൂത്രണം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെതിരെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്രയുടെ പരിസമാപ്തിയാണ് ഈ ഒറ്റ. ശരീരം കൊണ്ട് ചേരുന്നു, ഹൃദയം കൊണ്ട് അകന്നകന്നു പോകുന്നു. അലിവിൻ്റെ നാഥനോടൊപ്പം നടക്കുകയും ഹൃദയത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു ശിഷ്യൻ. എന്തൊരു കോൺട്രാസ്റ്റാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം. ആ കഥ പോലും ഇങ്ങനെയുടെ കാര്യത്തിൽ ശരിയാണെന്ന് എനിക്ക് വിചാരമില്ല. കാരണം ഈ കല്ലിന് മണമുണ്ടാകണമെങ്കിൽ ആ കല്ലിനൂടെ തോന്നണ്ടേ? ഇത് കല്ലായുള്ള ഹൃദയം പിടിച്ചുകൊണ്ട് നിരന്തരമായി യേശുവിനെതിരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, ഗൂഢമായി ആലോചിക്കുന്ന ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് യേശുവിനെ യൂദ ഒറ്റിക്കൊടുത്തതെന്ന് നമുക്കറിയില്ല. തൻ്റെ വരുതിക്ക് വരാഞ്ഞതുകൊണ്ടാണോ? ഒരുപക്ഷെ തൻ്റെ ആഗ്രഹത്തിനൊത്ത് കർത്താവ് പ്രവർത്തിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണോ? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, യേശുവിൻ്റെ വികാരമോ യേശുവിൻ്റെ വിചാരമോ യേശുവിൻ്റെ ചിന്തയോ അവൻ പങ്കുവച്ചില്ല. He was close to his body, but he did not share his emotions, his thoughts, his feelings, his perspectives, and more importantly, his mission. യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരാതെ കുർബാന കൊണ്ടയാളാണ് യൂദ. യേശുവിൻ്റെ ദൗത്യത്തിൽ ഘടകവിരുദ്ധമായി ആലോചിച്ചുകൊണ്ട് കുർബാനയിൽ പങ്കുചേർന്നയാളാണ് യൂദ. സോ അൺടിൽ ആൻഡ് അൺലെസ് യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനുള്ള മനസ്സില്ലാതെ, അവൻ്റെ വികാരമോ വിചാരമോ അവൻ്റെ ചിന്തകളോ പങ്കുവയ്ക്കാതെ കുർബാനയിൽ പങ്കുകൊള്ളതുകൊണ്ട് എന്താണ് പ്രയോജനം? അതിലും വലിയൊരു സംഭവമുണ്ട്. നമ്മൾ എന്തിനാ കുർബാന കൊള്ളുന്നത്? നമ്മൾ കുർബാന കൊള്ളുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, കർത്താവിനെ നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇപ്പോൾ അഭിയൊന്ന് തിരുമേനിയും പറഞ്ഞു, നമ്മൾ ഉള്ളിൽ ക്രിസ്തു വളരണം. അപ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ്? കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം, അല്ലേ? ആന്നോ? നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലേ? എൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം. എന്നാൽ യൂദ കുർബാന കൊണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആരുള്ളിൽ പ്രവേശിച്ചു? സാത്താൻ. കുർബാന കൊണ്ടപ്പോൾ
യൂദായുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാത്താന് കയറാനുള്ള വാതിൽ തുറന്നിട്ടിട്ടാണ് ഇവൻ വന്ന് വാ പൊളിച്ചത്. എന്തൊരു കോമ്പിനേഷനാണ്! വായിൽ അപ്പവും മീഞ്ഞും, വായിക്കൂടെ അല്ലെങ്കിൽ ഉള്ളിലേക്ക് സാത്താനെ കയറ്റുകയാണ്. സാത്താനെ കയറ്റിയേ ആര്? സ്വന്തം ശിഷ്യൻ. അതിന് മലയാളം പര്യായ പദങ്ങൾ വേറെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്വന്തം ശിഷ്യൻ. ഇതെന്തൊരു കോംബോയാണ്! ഇപ്പം എല്ലാം കോംബോ ഓഫേഴ്സാണ്. പണ്ടും ഇതായിരുന്നു പണി. ജോലി എന്തുമായിരുന്നു? ഡെസിഗ്നേഷൻ. ഡെസിഗ്നേഷൻ എന്താണ്? മുതൽപിടി. മുതൽപിടി എന്ന് പറഞ്ഞാൽ എന്താണ്? മുതൽ സൂക്ഷിക്കുന്നവൻ. ജോലി എന്തുമായിരുന്നു? മോഷണം. മുതൽ പിടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന കോംബോ. കുർബാന കൊള്ളുകയും സാത്താനെ കയറ്റുകയും ചെയ്യുന്ന കോംബോ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ കുർബാന കൊള്ളുന്നത് ഏത് മനോഭാവത്തിലാണ്? നാം യേശുവിനെ അനുഗമിക്കുന്നതും വിശുദ്ധ കുർബാന പങ്കുകൊള്ളുന്നതും നമ്മുടെ എന്തെങ്കിലും കാര്യം സാധിക്കാനാണോ, അതോ ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറാനാണോ? നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഒന്ന് കുർബാന കൊണ്ടാൽ ചില കാര്യം ഈ ആഴ്ച സാധിക്കും. പലപ്പോഴും യേശു കുർബാന ആചരിച്ചത് നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ, നാം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറാനാണോ, നമ്മുടെ ഹിതം ദൈവത്തിൽ നിറവേറാനാണോ? യൂദ തൻ്റെ ഇഷ്ടം നിറവേറാനാണ് കുർബാന കൊണ്ടത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കൊടുത്തേച്ച് നീ പൊക്കൂ, നിനക്ക് വേറെ മിഷനാണ്. യു ആർ നോട്ട് ഷെയറിങ് മൈ മിഷൻ, നീ കൊണ്ടിട്ട് പൊക്കോ. പ്രിയമുള്ളവരെ, നാം എന്തിനാണ് വിശുദ്ധ കുർബാന കൊള്ളുന്നത് എന്ന് നാം ചിന്തിക്കണം. നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിനാണോ, ദൈവത്തെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനാണോ? കുരിശ് നമ്മുടെ ദേഹത്തോട് ചേർത്ത് വെച്ചാണ് നമ്മൾ നടക്കുന്നത്. കുരിശിനെ തൂക്കിയാണ് നടക്കുന്നത്. കർത്താവ് കുരിശ് തൂങ്ങിയെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കഴുത്തെ തൂക്കിയിട്ടുണ്ട് നടക്കുകയാണ്. കുരിശ് വെരി ക്ലോസ് ടു അവർ ബോഡി. ഞാൻ ചിലപ്പോഴെങ്കിലും ആലോചിക്കും, കർത്താവെ നീ കുരിശ് മരിച്ചത് കാര്യമായി, അതുകൊണ്ട് ഞങ്ങൾക്ക് കുരിശ് ധരിക്കാമല്ലോ. അന്ന് വെടിയേറ്റോ വല്ലതും ആയിരുന്നു മരിച്ചിരുന്നെങ്കിൽ എന്തോ ചെയ്തേന്. ഞങ്ങൾക്ക് വേണ്ടി വെടി കൊണ്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിന്നെ ഈ തിരുമേനിമാരാണെങ്കിലും കുരിശിന് വരും തോക്ക് കൊണ്ട് നടക്കണം, തോക്കിനെ മുത്തണം. കൊച്ചു പിള്ളേരുമല്ലോ അന്നേത്താണ്ട് തിരുമേനി എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞ് ഓടിയേനെ. അപ്പോൾ ഈ തോക്ക് കൊണ്ട് കൊല്ലപ്പെടാഞ്ഞത് കാര്യമായി. കുരിശിനെ നമ്മൾ തൂക്കിയിടുകയാണ്. വർഗീസ് അങ്കമാലി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കഴിഞ്ഞ മാസം എഴുതിയ ഒരു കഥയുണ്ട്, ശിമയോൻ്റെ കുരിശ്. അത് വായിച്ചു നോക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഇനി തച്ചൻ്റെ മരത്തിൽ ഒരുത്തനും തൂങ്ങാൻ പാടില്ല. കാരണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതേ ഉള്ളൂ, ഉള്ളിൽ കയറുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിനെ സംബന്ധിച്ചിടത്തോളം നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ഒട്ടുന്നുണ്ടോ, അതോ ശരീരമേ ഒട്ടുന്നുള്ളോ, കുരിശേ ഒട്ടുന്നുള്ളോ, കുരിശിതൻ പ്രവേശിക്കുന്നുണ്ടോ? സാത്താനാണോ ഉള്ളിൽ പ്രവേശിക്കുന്നത്, അതോ കർത്താവാണോ എന്ന് നാം ചിന്തിക്കണം. നാലാമത്, അനന്തരമായ അവസരങ്ങളെ, മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളെ അവഗണിച്ചവൻ, അവസരങ്ങളെ അലക്ഷ്യമാക്കിയവൻ. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. വിശേഷപ്പെട്ട തുടക്കം, വിനാശത്തിൻ്റെ ഒടുക്കം. വിളിയുടെ വില കളഞ്ഞവൻ, വിളിച്ചവൻ്റെ വില കെടുത്തിയവൻ. 3ാമത്, വഴി തെറ്റിപ്പോയവൻ, ഹൃദയം കഠിനമാക്കിയവൻ. 4, അവസരങ്ങളെ അലക്ഷ്യമാക്കിയവൻ, ആദ്യ കുർബാനയെ അന്ത്യ കുർബാനയാക്കിയവൻ. ആദ്യ കുർബാനയെ അന്ത്യ കുർബാനയാക്കിയവൻ. നമുക്കറിയാം, യേശു നിരന്തരമായി
മാനസാന്തരപ്പെടാനുള്ള അവസരം യൂദായിക്ക് നൽകിയെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി. ഈ പന്തിഭോജനത്തൊരുങ്ങിയപ്പോൾ തന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്ന യൂദായുടെ കാല് പിടിച്ചു യേശു. ഒന്നും പറഞ്ഞില്ല, കാല് കഴുകി. പക്ഷേ കാലെ തൊട്ടപ്പോഴെങ്കിലും അവൻ്റെ ഉള്ളിലൊരു നീറ്റലുണ്ടോ? അവൻ്റെ കാല് കഴുകി. അപ്പം മുറിച്ച് തിന്നു. അപ്പം മുറിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ ഒറ്റാൻ സാധ്യതയുണ്ട്, നീ ഒറ്റുകാരനാകാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ കഠിനപ്പെടുത്തി പറഞ്ഞു, നിന്റെ ജന്മം പാഴാക്കരുത്. പ്രിയമുള്ളവരെ, നിന്റെ ജന്മം പാഴാക്കരുത് എന്ന് വിശുദ്ധ കുർബാനയുടെ നടുവിലാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. യേശു ശിഷ്യന്മാർക്ക് ഈ പന്തിഭോജനത്തിന് നടുവിൽ പറയുകയാണ്, ഈ കുർബാന കൊണ്ടതിന് ശേഷം നിങ്ങൾ എന്നെ വിട്ടോടിപ്പോകും, നിങ്ങൾ എന്നെ തള്ളിപ്പറയും, നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുക്കും. ഇതെല്ലാം യേശു അവരോട് പറയുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജന്മം ബലവത്താകുന്നില്ല. ഈ വിശുദ്ധ കുർബാന കൈക്കൊണ്ടു എന്നതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെടുന്നില്ല. ഇത് കഴിഞ്ഞു നീ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. വാട്ട് യു ഡു ആഫ്റ്റർ ടേക്കിംഗ് കമ്മ്യൂണിയൻ will decide whether your life was a waste or your life was meaningful. യേശു യൂദായോട് പറഞ്ഞു, നീ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാഴ് ജന്മം, പാഴ് ജന്മം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോഴാണ് പറയുന്നത്, നിനക്ക് പാഴ് ജന്മമാകണോ പവിഴമാകണോ എന്ന് തീരുമാനിക്കുന്നത് ഇത് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന അനുഭവിച്ച് ഇറങ്ങുമ്പോഴാണ് നാം ഈ ലോകത്തിന് മുമ്പിൽ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നത്. എന്ത്? നമ്മുടെ ജന്മം പാഴാണോ, നമ്മുടെ ജന്മം പവിഴമാണോ എന്ന്. നിരന്തരമായ അവസരങ്ങളാണ് യൂദായിക്ക് യേശു കൊടുത്തത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ തൻ്റെ അടുത്ത് വരുമ്പോൾ യേശു അവനെ വിളിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇവിടെ മോത്തി അച്ഛനും പറഞ്ഞു, സ്നേഹിത. അതൊരവസരമാണ്. സ്നേഹിത എന്ന് യേശു യൂദായെ വിളിക്കുമ്പോൾ അവൻ എന്തു തോന്നണമായിരുന്നു? ഇത്രമാം സ്നേഹത്തെ അവൻ നിരന്തരമായി തള്ളി, അവസരങ്ങളെ അലക്ഷ്യമായി കളഞ്ഞു. അവൻ്റെ ആദ്യ കുർബാന അവൻ്റെ അന്ത്യ കുർബാനയായി മാറി. നമ്മുടെ ഒന്നും ആദ്യ കുർബാന അന്ത്യ കുർബാനയാകുന്നില്ല. നമ്മൾ നിരന്തരമായി കുർബാന കൊള്ളുന്നുണ്ട്. പക്ഷേ ഈ അവസരങ്ങൾ നമ്മൾ അലക്ഷ്യമാകുകയാണോ? ഈ അവസരങ്ങൾ നാം പവിഴമായി തീരാനുള്ള അവസരങ്ങളാണോ, നമ്മൾ പാഴായിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളാണോ എന്നുള്ള മുന്നറിയിപ്പാണ് ഉയർത്തുന്നത്. അവസാനമായി, അനുതപിക്കാൻ അറിയാതെ പോയവൻ. അനുതപിക്കാൻ അറിയാതെ പോയവനാണ് യൂദാ. യേശുവിനെ കുരിശിക്കാൻ ശിക്ഷ വിധിച്ചു എന്നറിഞ്ഞപ്പോൾ യൂദായിക്ക് എന്തുണ്ടായി? കുറ്റബോധം ഉണ്ടായി. ഹി റിഗ്രറ്റഡ് ബട്ട് ഹി നെവർ റിപ്പന്റഡ്. അവന് കുറ്റബോധം ഉണ്ടായി, പക്ഷേ അനുതാപമുണ്ടായില്ല. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അവൻ ആരുടെ അടുത്താണ് ചെന്ന് കുമ്പസരിക്കുന്നത്? യേശുവിൻ്റെ അടുത്താണോ? അല്ല, യേശുവിനെ കൊന്നവരുടെ അടുത്ത് പോയി കുമ്പസരിച്ചു. ഹി ഈസ് ഗോയിങ് ടു ദ റോങ് പീപ്പിൾ ആൻഡ് ഗോയിങ് ടു ദ റോങ് സൈറ്റ് ടു എക്സ്പ്രസ് ഹിസ് ഗിൽറ്റ് ഫീലിംഗ്. അവന് കുറ്റബോധം എന്ത് ചെയ്യണമെന്നറിയാതെ പോകുന്ന ഒരാളായി അവൻ മാറി. മാത്രമല്ല, ഭയങ്കര ബുദ്ധിമാനായിരുന്നു. പണ്ടൊരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് പറഞ്ഞായിരുന്നു. എന്തുമായിരുന്നു? ഇത് 300 വെള്ളിക്കാശിലധികം വിറ്റിട്ട് ആർക്ക് കൊടുക്കണമായിരുന്നു? ദരിദ്രർക്ക് കൊടുക്കണമായിരുന്നു. പുള്ളിയുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? 30 ഉണ്ടായിരുന്നു. വിറ്റ് ദരിദ്രർക്ക് കൊടുത്തോ? ഇന്ത്യ മാനേജ്മെൻറ്റ്, പൂർ റിലീഫ്, സോഷ്യൽ സർവീസ്. ഹി വേസ്റ്റഡ് ദാറ്റ് ഓൾസോ. കർത്താവിനെ ഒറ്റിക്കൊണ്ട് മേടിക്കുന്നതൊന്നും ഉതകത്തില്ല ആർക്കും.
കർത്താവിൻ്റെ വില കളഞ്ഞ് നേടുന്നതൊന്നും വില പോകുന്നതല്ല. അത് വല്ലയിടത്തും എറിയാനേ കൊള്ളൂ. അവൻ മന്ദിരത്തിൽ എറിഞ്ഞു, അവിടെയും വേണ്ടെന്ന് അവർ പറഞ്ഞു. So his contribution or his donation or nothing was considered as worthy by anybody. What a waste. യേശുവിൻ്റെ തലയ്ക്ക് വിലയില്ലെന്ന് പറഞ്ഞവൻ ഒരു വിലയും ഇല്ലാത്തവനായി ഒടുങ്ങി. പ്രിയമുള്ളവരെ, കാരണം എന്താണെന്നറിയാമോ? അവന് കുറ്റബോധമേ ഉണ്ടായുള്ളൂ, കർത്താവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായില്ല. ഇവൻ കുറേ നാൾ കർത്താവിൻ്റെ കൂടെ നടന്നതാണല്ലോ. അവൻ അലിവിൻ്റെ നാഥനും പാപം ക്ഷമിക്കുന്നവനും കുറ്റമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞവനും ഇനി പാപം ചെയ്യരുതെന്നും നിരന്തരമായി പറഞ്ഞു നടന്നവൻ്റെ കൂടെ നടന്നവനാണ്. ഈ കർത്തൃബോധമില്ലാതെ പോയി അവന് കുറ്റബോധം മാത്രമേ ഉണ്ടായുള്ളൂ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുറ്റത്തിന് കർത്താവിൻ്റെ കൃപയേക്കാൾ അവൻ വില കൊടുത്തു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അവൻ്റെ കുറ്റബോധത്തിന് കർത്താവിൻ്റെ കൃപയേക്കാൾ കൂടുതൽ അവൻ വില കൊടുത്തു. എന്നാൽ തോറ്റുപോയവന് വരാനുള്ള ഇടമാണ് കാൽവറി എന്ന് അവൻ ഒരു നിമിഷം അറിഞ്ഞിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, കുറ്റബോധമുണ്ടായിട്ട് കാര്യമില്ല. അത് കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിക്കണം. കർത്താവിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല എന്ന് നിരന്തരമായി കേട്ട് നടന്നവനാണ്. പക്ഷേ അവനത് ഓർക്കാതെയോ സ്വീകരിക്കാതെയോ പോയി. കർത്താവ് തരുന്ന പാപക്ഷമ സ്വീകരിക്കുന്നതിൽ നിന്ന് അവൻ്റെ കുറ്റബോധമോ അവൻ്റെ അഹംഭാവമോ അതിന് മേലെ നിന്നു. ഒറ്റിയവനെയും തോറ്റവനെയും പാപിയെയും സ്വീകരിച്ചവനെ തിരിച്ചറിയുന്നതാണ് ശിഷ്യത്വം. ആ തിരിച്ചറിവില്ലാതെ പോയവനാണ് യൂദ. അതുകൊണ്ട് ഒറ്റിയവനും തോറ്റവനും പാപിക്കും കർത്താവിലേക്ക് വരാനുള്ള വാതിലാണ് വിശുദ്ധ കുർബാന. ദിസ് ഈസ് എ ഡോർ ടു എംബ്രേസ് ദ ഫോർഗിവിംഗ് ലവ് ഓഫ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, കുർബാന ഒരു മുന്നറിയിപ്പാണ്. കെട്ടിഞ്ഞാന്ന് ചത്തവൻ്റെ മുന്നറിയിപ്പ്. വാ പൊളിച്ചിട്ട് തിരിഞ്ഞ് കൊത്തരുത് എന്ന മുന്നറിയിപ്പ്. പാഴായി പോകരുത് നമ്മുടെ ജന്മം എന്ന മുന്നറിയിപ്പ്. നാം ദുരന്തത്തിൽ ഒടുങ്ങണമോ നാം വീണ്ടെടുക്കപ്പെടണമോ എന്ന ചോദ്യം യൂദായുടെ ജീവിതം നമ്മോട് ചോദിക്കുകയാണ്. മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ പാഴാക്കരുത്. മനസ്സ് ദൈവത്തിന് നേരെ കഠിനപ്പെടുത്തരുത്. ഞാൻ രണ്ടുപേരുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. കുർബാന കൊണ്ടവരിൽ ഒരാൾ ഒറ്റിക്കൊടുത്തു. കുർബാന കൊണ്ടവരിൽ വേറൊരാൾ തള്ളിപ്പറഞ്ഞു. കുറഞ്ഞ പക്ഷം ആ തള്ളിപ്പറഞ്ഞവനെങ്കിലും നമുക്ക് മാതൃകയാവണം. അവൻ എന്തു ചെയ്തു? അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ആ കരച്ചിലിൽ നിന്ന് അനുരഞ്ജനത്തിൻ്റെ കുർബാന തിബരിയാസ് കടൽക്കരയിൽ കർത്താവ് കൊണ്ടുവന്നു. കുർബാന കാര്യം നേടാനോ കാശ് നേടാനോ ഉള്ള വഴിയല്ല, കരയാനുള്ള ഇടമാണ്. നാം എപ്പോഴാണ് കരയുന്നത്? രക്ഷിതാവിനെ കാണുമ്പോൾ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർ കല്ലയോ. രക്ഷിതാവിനെ